വിദഗ്ധ ചികിത്സ നൽകിയിട്ടും മതിരപ്പള്ളിയിലെ കാട്ടാനയുടെ മസ്തകത്തിലെ മുറിവ് പുഴുവരിച്ച നിലയിൽ. മസ്തകത്തിൽ നിന്നും വെള്ളം ഒലിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ആന വീണ്ടും മതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിൽ എത്തിയിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, ഈ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് അരുൺ സക്കറിയുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകിയത്. പക്ഷേ ഇപ്പോഴും ആ മുറിവ് ഉണങ്ങിയിട്ടില്ലെന്നാണോ? അങ്ങനെ തന്നെയാണ്. ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം 24-ന് ആനയെ സ്റ്റാൻഡിംഗ് സെഡേഷൻ നൽകി പിടികൂടി ചികിത്സ നൽകിയിട്ടും ആ ചികിത്സ ഫലപ്രദമാകുന്നില്ല എന്നുള്ളതാണ് ഇന്ന് പുറത്തു വന്ന ആനയുടെ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. നേരത്തെ മസ്തകത്തിലുണ്ടായ മുറിവിൽ നിന്നും പുഴുക്കൾ അരിച്ചിറങ്ങുന്നതാണ് നമുക്ക് ലഭ്യമായ ചിത്രങ്ങളിലും ദൃശ്യങ്ങളിലും ഒക്കെ കാണാനാകുന്നത്. ആനയ്ക്ക് ചികിത്സ നൽകി വലിയ ബുദ്ധിമുട്ട് നിറഞ്ഞൊരു നടത്തിയാണ് 3 ശ്രമം നടത്തിയാണ് ഡോക്ടർ അരുൺ സക്രിയും സംഘവും ആനയെ പിടികൂടിയതും മരുന്നുകൾ വെച്ച് നൽകിയതുമൊക്കെ. പക്ഷേ അത് ദിവസങ്ങൾക്കകവും ആ ചികിത്സ കൊണ്ട് ഫലമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് തെളിയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ആന ജനവാസ മേഖലയിലേക്ക് പതിവ് പോലെ എത്തിയിരുന്നു. അതൊന്നും ഇത്തരത്തിൽ ആനയുടെ മസ്തകത്തിൽ നിന്നുള്ള മുറിപ്പാടിൽ ഈ പുഴു ഇറങ്ങുന്നതായി കണ്ടെത്തിയിരുന്നില്ല. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമായി ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയപ്പോൾ പ്രദേശവാസികൾ അടക്കം പകർത്തിയ ചിത്രങ്ങളും ദൃശ്യങ്ങളുമാണ് നമുക്കിപ്പോൾ കാണാനാകുന്നത്. ഈ ദൃശ്യങ്ങളിലും ചിത്രങ്ങളിലുമാണ് മസ്തകത്തിലെ മുറിപ്പാടിൽ നിന്നും പുഴുക്കൾ ഇറങ്ങുന്നതായും മുറിവ് ഉണങ്ങിയിട്ടില്ല എന്നും വ്യക്തമാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ കാണാനാകുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് വനംവകുപ്പ് പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആനയെ കണ്ടെത്തി മറ്റ് നടപടികളെ കുറിച്ച് ആലോചിക്കുന്നതായും വാഴച്ചാൽ DFO അടക്കമുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വന്യമൃഗമാണ്, അതുകൊണ്ട് തന്നെ അതിന് പിടികൂടി ചികിത്സ നൽകുക അല്ലെങ്കിൽ തുടർ ചികിത്സ മുന്നോട്ട് പോകുക എന്നുള്ള കാര്യമൊക്കെ ശ്രമകരമാണ്. പക്ഷേ ഇനിയുള്ള നടപടികൾ ആലോചിച്ച് അത്തരത്തിൽ മാത്രമേ നടത്തുകയുള്ളൂ എന്നുള്ളതും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. നേരത്തെ കൊമ്പന്മാർ കമ്പിൽ കൊമ്പ് കോർക്കുമ്പോഴാണ് ആനയ്ക്ക് ഇത്തരത്തിൽ മുറിപ്പാടുണ്ടായത് എന്നുള്ളതാണ് ഡോക്ടർ അരുൺ സക്രി അടക്കമുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ഈ വന്യമൃഗങ്ങൾ, പ്രത്യേകിച്ച് കാട്ടാനകൾ തമ്മിൽ ഇത്തരത്തിൽ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ മുറിവുകൾ ഉണ്ടാവുകയും അതിൽ നിന്ന് അണുബാധയുണ്ടായി ആനകൾക്ക് അപകടം സംഭവിക്കുകയൊക്കെ ചെയ്യുന്നത് സാധാരണമാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് മനുഷ്യ ശ്രദ്ധയിൽ വന്നതിന് പിന്നാലെയാണ് ആനയെ പിടികൂടാനും ചികിത്സിക്കാനും ഒക്കെ തീരുമാനിച്ചത്. തുടർന്നുള്ള കാര്യങ്ങളും വനംവകുപ്പ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അടക്കമുള്ള അനുമതിയോടുകൂടി മാത്രമേ പൂർത്തീകരിക്കാനാവുകയുള്ളൂ. അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായും DFO അടക്കമുള്ള ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ശരി ശരി ലെവിൻ.